ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാം വാഹനം ഒരുപോലെ തന്നെയാണോ? അതായത് എല്ലാ വാഹനം ഓടിക്കുന്ന രീതി സെയിം തന്നെയാണോ? രീതിയെല്ലാം സെയിം ആണ്. അതായത് മാനുവൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ മാറുന്നു, ആക്സിലേറ്റർ കൊടുക്കുന്നു, വാഹനം മുമ്പോട്ട് പോകുന്നു, ഇതെല്ലാം സെയിം ആണ്. പക്ഷേ പവർ വൈസ് വെച്ച് ഓരോ വാഹനവും വ്യത്യാസം വരും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു ബ്രസയിലാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞാനിപ്പോ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാനിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ബ്രസ വാഹനമാണ്. 1500 ആണ് ഈ വാഹനത്തിന്റെ. അതായത് 1.5 ലിറ്റർ എഞ്ചിനാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഒരു ഗുണം ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ വാഹനം ഒരു കയറ്റം നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും, എന്റെ ഫ്രണ്ടിലുള്ള ഒരു കയറ്റമാണ്. ഈ ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ക്ലച്ചിൽ മാത്രമാണ് കാലെടുക്കുന്നത്. സോറി, ഫസ്റ്റ് ഗിയർ ഇടാതെ വാഹനം ഓടത്തില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഇനി ഞാൻ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതിനനുസരിച്ച് ഈ വാഹനത്തെ മുമ്പോട്ട് പോവാണ്. ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, നോക്കിക്കോണേ. ഇപ്പൊ ഈ വാഹനം തന്നെ കയറി പോവാണ്. ഓക്കെ, ക്ലച്ച് മാത്രം ഞാൻ കൊടുക്കുന്നുള്ളൂ. വാഹനത്തിന്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ വാഹനം കയറി പോവാണ്. ഒരു നല്ലൊരു കുത്തനെ ഒരു കയറ്റമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഒരു വാഹനം ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ്. അപ്പൊ ഈ ഒരു എഞ്ചിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഉണ്ട്. എല്ലാ വാഹനം ഓടിക്കുന്ന രീതി ഒരുപോലെയാണോ എന്ന് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഈ വാഹനത്തിന് പവർ ഉള്ളത് കൊണ്ട് ഈ വാഹനത്തിന്റെ ക്ലച്ച് എന്ന് കാലെടുക്കുമ്പോൾ ഈ വാഹനം സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. എന്നാൽ എല്ലാ വാഹനവും ഒരുപോലെയല്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെലീറിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കയറ്റത്തിൽ വന്ന് ക്ലച്ച് വളരെ പതുക്കെ വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാടി 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 അത് കയറി പൊക്കോളും. പക്ഷേ ഞാൻ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് ചാടിച്ചു കഴിഞ്ഞാൽ വാഹനം എഞ്ചിൻ അടിച്ച് അങ്ങ് ഓഫ് ആയിപ്പോകും. വേറൊന്നും കൊണ്ടല്ല, കാരണം അതിനുള്ള പവറേ അതിനുള്ളൂ. കാരണം 1000 cc 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇത് 1500 cc 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പം ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം കുറച്ചുകൂടെ ഒരു വൈബ്രേഷൻ കുറവുണ്ട്, ബാലൻസിങ് കൃത്യമാണ്. അപ്പം ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പലരും ഇപ്പൊ ചോദിക്കും, ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളെല്ലാം 3 സിലിണ്ടറേ ഉള്ളൂല്ലോ, അതെന്തുകൊണ്ട് അവർ അങ്ങനെ ഇറക്കി? ശരിക്കും പറഞ്ഞാൽ ഒരു സിലിണ്ടർ കട്ട് ചെയ്യുമ്പോൾ എന്ത് ലാഭം, അതായത് എന്തേരം ലാഭം ഒരു കമ്പനിക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു സിലിണ്ടർ മാറുമ്പോഴത്തേക്കും വാഹനത്തിന്റെ കുറച്ചുകൂടെ വെയിറ്റ് കുറയുകയാണ്. ആ വെയിറ്റ് കുറയുമ്പോഴത്തേക്ക് അവിടെ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് കുറയുന്നു, ഒരു ഇഗ്നൈറ്റർ കുറയും, ഒരു ഇഞ്ചക്ടർ കുറയും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറവ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 ഇഞ്ചക്ടേഴ്സ് വെച്ച് ഓരോ സിലിണ്ടറിലും വരുന്നുണ്ട്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ കുറയുമ്പോൾ 2 ഇഞ്ചക്ടർ തന്നെ അവിടെ നമുക്ക് ലാഭം കിട്ടി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ 4 സിലിണ്ടർ നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 4 സിലിണ്ടർ നല്ലതാണ്. പവർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും ഡ്രൈവിംഗ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടായിരുന്നു ഈ കയറ്റം. ഇപ്പം 1500 cc ആയതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം സുഖമായിട്ട് കയറി പോയത്. അത് പോരാഞ്ഞിട്ട് ഒരു 4 സിലിണ്ടർ ആയതുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ഒരു 3 സിലിണ്ടർ വാഹനം ഒരു 1000 cc ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 800 cc വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ ഒരു കയറ്റം ആക്സിലറേറ്റർ കൊടുക്കാതെ ഒരു കാരണവശാലും ആ വാഹനം കയറത്തില്ല. ക്ലച്ച് ഒന്ന് പതുക്കെ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ പതുക്കെ പതുക്കെ ക്ലച്ച് ഒന്ന് കാലെടുത്തെടുത്ത് കൊണ്ടുപോകേണ്ടി വരും. ഇതിന് ക്ലച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പതുക്കെ ക്ലച്ച് നിന്ന് കാലെടുക്കുമ്പോൾ വാഹനത്തിന് അറിയാം നമ്മളൊരു കയറ്റം കയറുകയാണ്, അല്ലെങ്കിൽ എന്തോ ലോഡ് വരുന്നുണ്ട്, അതിനനുസരിച്ച് അത് കയറി അങ്ങ് പോകുന്നുണ്ട് കാര്യം. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ വാഹനം ഒരുപോലെയല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് പവർ വൈസ് വെച്ച് ആ വാഹനത്തിന് വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മളിപ്പം കണ്ടത്.